പാരഷൂട്ട് വീട്ടിൽ സ്ഥിരമായിട്ട് മേടിക്കാറുണ്ട്. കാരണം എണ്ണ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ എണ്ണ പാരഷൂട്ടാണ്. കാരണം ഞാൻ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് തലവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഈ പാരഷൂട്ടിൻ്റെ ഓയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്ലാസ്റ്റിക് ക്യാനുകൾ സാധാരണ ഞാൻ എടുത്ത് കളയാറായിരുന്നു മുമ്പൊക്കെ. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അതിനെ സ്റ്റോർ ചെയ്യണമുണ്ട്. അത് വെച്ച് ഞാനൊരു 3 വർക്ക് ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും കാണുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പെൻസിൽ സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരു ഫ്ലവർ വേസ് റെഡിയാക്കിയിട്ടുണ്ട്. പെൻസിൽ സ്റ്റാൻഡ് വിത്ത് ഫ്ലവർ വേസ് റെഡിയാക്കി ഇടയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം 1 മിനിറ്റിനകത്തുള്ള വീഡിയോ ആയിരുന്നു. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ ടോപ്പ് ഭാഗം ഞാൻ എടുത്ത് മാറ്റി വച്ചിരുന്നു ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ അത് വെച്ചാണ് ഞാനിതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ലെങ്ത്തും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇരുന്നൊന്ന് കാണുക. നിങ്ങൾക്ക് വീട്ടിലെല്ലാം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് നമ്മൾ എല്ലാ വർക്കുകളും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. പിന്നെ ചാക്കുനൂല് മിക്സ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നൂലെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നൂല് വെച്ചാണ് ചുറ്റാൻ ശ്രമിച്ചത്. പക്ഷേ നൂല് ഇളകി വീഴാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിൽ പശ തേച്ചിട്ട് ഒട്ടിച്ച് ചുറ്റാൻ നോക്കി. അന്നേരം അതിനൊരു ഭംഗി കിട്ടുന്നില്ലായിരുന്നു. അത് മാറ്റിയതിന് ശേഷം വീണ്ടും രണ്ടാമത് ഞാനൊന്ന് പ്ലാസ്റ്റിക്കിൻ്റെ നൂല് ചുറ്റി അതിന് ശേഷം കുറച്ച് ഫാബ്രിക് ഗ്ലൂവും കൂടെ തേച്ചിട്ടാണ് ഇതിനെ ഫുള്ളായിട്ട് ചുറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി അതിൻ്റെ താഴെ വരുന്ന 3 തട്ടുകളുണ്ട്. അത് 3 തട്ടും ഇതേപോലെ തന്നെ പശ തേച്ചതിന് ശേഷം നൈലോൺ നൂലാണ് അത് ചുറ്റിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു ചെറിയ ഗ്ലേസിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിന് താഴെ 1ൽ 3 വെച്ച് 9 തട്ട് കൂടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നൂല് വെച്ചാണ് ചുറ്റിയിരിക്കുന്നത്. അതിൽ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി കുറച്ച് ജ്വല്ലറി പാർട്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലിൻ്റെ മുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കളർ ചിപ്പികൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരഷൂട്ടിൻ്റെ എണ്ണ വരുന്ന ഭാഗത്ത് ചെറിയ ഹോളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് നൂലിനെ എടുത്തിരിക്കുന്നത്. കൂടാതെ കുറച്ച് ഗോൾഡൻ റിങ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം കെട്ടിയിടാനായിട്ട് നൂലെടുത്തിരിക്കുന്നത് കമ്പിളി നൂലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കെട്ടി വെച്ചിട്ടാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും ഒരു ലെവലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പലതിനും പല സൈസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നിങ്ങളിത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം ഞാൻ ഒരേ ലെവലിൽ ചെയ്യുമ്പോൾ എത്ര അളവാണ് കാര്യങ്ങളാണെന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം ഇഷ്ടമുള്ള ഒരു അളവെടുക്കുക. ഒന്ന് താന്നു പോയി ഒന്ന് പൊങ്ങിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ക്രാഫ്റ്റ് വർക്കിന് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നമ്മളായിട്ട് റെഡിയാക്കി ഇടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിന് ഇച്ചിരി ഏറ്റക്കുറച്ചിലെല്ലാം കാണും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയ്യോ അത് കുറഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ കൂടിപ്പോയല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൈകൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കി ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും അവരും അവരുടെ വീടുകളിൽ പോയിട്ട് ഇതുപോലെയുള്ള നല്ല വർക്കുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് നമ്മൾ എല്ലാ വർക്കെന്ന് പറഞ്ഞാലും ചെറിയ സാധനങ്ങൾ ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ചേട്ടാ നിങ്ങളെല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ റെഡിയാക്കുന്നത്, എന്നിട്ട് നിങ്ങൾ പുറത്തുനിന്ന് സാധനം മേടിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അവരോട്, ഈ വീട്ടിനകത്ത് വെച്ചുള്ള സാധനങ്ങൾ മാത്രം വെച്ചാൽ ഒരു ഭംഗി കിട്ടത്തില്ല. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഹോൾസെയിൽ റീറ്റെയിലിൽ അല്ല, ഹോൾസെയിൽ അല്ലെ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ വന്നാൽ മാത്രമേ ഇത് മേടിക്കാറുള്ളൂ. അല്ലാതെ ഒന്നും അധികം വില കൊടുത്ത് ഞാനൊന്നും മേടിക്കാറില്ല. കാരണം അധികം വില കൊടുത്ത് നമ്മളിതിപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ മേടിച്ച് തുടങ്ങേണ്ട ഒരു സാഹചര്യം വേസ്റ്റ് മണിയാണ്. കാരണം അത് വേസ്റ്റായിട്ട് പോകും. അതിനേക്കാളും നല്ലത് ചെറിയ വിലയ്ക്ക് കുറച്ചധികം സാധനങ്ങൾ ഭംഗിയുള്ളത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക. ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പം നമുക്കൊരു സന്തോഷമായിരിക്കും. മറ്റേത് പുള്ളി ചെയ്തതുപോലെയാണല്ലോ ഞാനും ചെയ്തത്, അത് അങ്ങനെ വേണ്ട. അതുകൊണ്ട് മാറ്റി ചിന്തിച്ചിട്ട് അത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്നതാണ് കൂട്ടുകാരെ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്. എല്ലാവരും കാണുക. ചാനലൊന്ന് മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുക. കാരണം ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അതിൽ ഏകദേശം ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇത്രയും നാളായിട്ട് വ്യൂസും കാര്യങ്ങളും എല്ലാം വളരെ കുറവാണ്.
എന്നാലും സന്തോഷമാണ് വലുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പുതിയ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അമ്മ ചെയ്തു, കുഞ്ഞമ്മ ചെയ്തു, ചേട്ടൻ്റെ മോള്, അങ്ങനെയുള്ള എല്ലാവരും ചെയ്ത് ഒരു കുടുംബം പോലെ നമ്മൾ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴേ ഇതിൽ വ്യൂസ് കിട്ടിയില്ല, അയ്യോ അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല. നമ്മളെ കാര്യങ്ങൾ പുതിയ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ്. കാരണം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സുകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇതൊക്കെ വീട്ടിൽ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ കഴിയുന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വയ്ക്കണം. എപ്പോഴും വേണ്ട, വൺ ടൈം മാത്രം മേടിക്കുക. ഈ പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ചെയ്യാൻ കഴിയുന്നതാണ്. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ വില കുറവുള്ള സാധനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ചിപ്പിക്ക് ഏകദേശം ഒരു 40-50 രൂപയ്ക്കകത്തുള്ളൂ. ഞാൻ കുറച്ച് ബൾക്കായിട്ട് മേടിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് റേറ്റ് കുറച്ചാണ് കിട്ടിയത്. ഇതിലെല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് മേടിക്കുന്നതുകൊണ്ടാണ് റേറ്റും കാര്യങ്ങളും കുറച്ച് കുറവായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്കും കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കൊരു വീഡിയോയ്ക്ക് നല്ലൊരു വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 33,000 പേര് വരെ ആ വീഡിയോ കണ്ട്. സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കപ്പെടില്ല എന്ന് കരുതി കിടന്ന ഒരു ചാനലായിരുന്നു. പക്ഷേ നല്ലൊരു സപ്പോർട്ട് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരെയും എന്താ പറയുക സപ്പോർട്ട് കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് അവിടം വരെ എത്താൻ കഴിഞ്ഞത്. മുന്നോട്ട് പോകാൻ ഇനിയും ഒരുപാട് ദൂരങ്ങളുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുകളും ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്ന ചാനൽ മുന്നോട്ട് പോകും. ഒരുപാടധികം വീഡിയോകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം നിങ്ങളെ ബോറടിപ്പിച്ച് വലിച്ചു നീട്ടി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെ വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും. നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ പറയുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും വംശു കുടുംബത്തിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.